അളിയാ ഒന്ന് ഇറങ്ങിയാട്ടെ. എന്നെയാണോ അളിയെന്ന് വിളിച്ചത്? അതെ അളിയാ. അതിന് നീ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞങ്ങൾക്കറിയാലോ. അളിയൻ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാട്ടെ. ഓ, മേഡത്തിന്റെ പരിചയക്കാരായിരിക്കും. അതാ അളിയാന്ന് വിളിച്ചത്. ഇനി കാര്യം പറ അളിയന്മാരെ. അത് പറയാം, ഇപ്പൊ തന്നെ പറയാം. എന്താണ് നിന്റെ പ്രശ്നം? ജീപ്പിൽ പോകുന്നവരെ തടഞ്ഞെടുത്ത് തല്ലുന്നു. നീക്കടാ. അജേഷേ, വേണ്ടായിരുന്നു. അടിക്കടി, ഇടിക്കിടി, വെട്ടിന് വെട്ട്, അതും 51 വെട്ട്. ശരി, എന്തേലും ചെയ്യും. വണ്ടിയിട. ആരാണവന്മാര്? എന്തിനാ നിന്നെ തല്ലിയ? അത് തന്നെ ഞാൻ നിന്നോട് ചോദിക്കുന്നേ. ആരാ അവന്മാര്? നീ എന്ത് തമാശ പറയണോ? അവരെ നിന്നെ രക്ഷിച്ചത് ഞാനല്ലേ. അവരുടെ അടി നിന്റെ തലയ്ക്കാങ്ങാനും കിട്ടിയോ? കിളി പോയോ നിന്റെ? അതെ, എനിക്കൊരു സംശയം. എന്ത് സംശയം? നീ തന്നെ എന്നെ ആളെ വിട്ട് തല്ലിച്ചിട്ട് എന്നിട്ട് നീ തന്നെ വന്ന് എന്നെ രക്ഷിക്കുന്ന പോലെ കാണിച്ചിട്ട് ഇംപ്രസ് ചെയ്യാനാണോ? സാധാരണ പെണ്ണുങ്ങൾക്ക് വേണ്ടിയാ ഇതുപോലെ ഷൈൻ ചെയ്യുന്നത്. അതൊക്കെ ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അരവിന്ദേ ബ്രോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. എന്താ പറ. നീ ഒരിക്കലും നന്നാവില്ലടാ. ബുദ്ധിയുമില്ല, ചിന്താശേഷിയുമില്ല. വെറുതെ അല്ലോ ശ്രേയുടെ വലയിൽ പോയി കുടുങ്ങിയത്. നിന്നെ തല്ലിയവരെ തടയാൻ വന്ന എന്നെ വേണം പറയാൻ. നീയല്ല ഇപ്പൊ മണ്ടനായത്, ഞാനാ. പോടാ. അവനങ്ങനെ പലതും പറയും. പറയട്ടെ. ഹലോ, CPO. ഹലോ CPO. ഹലോ, ഇയാളിതെവിടെ പോയി? ഹലോ CPO. ഹലോ. സാറേ, നിങ്ങൾ ശരിക്കും പോലീസാണോ? അതെ, എന്താ? ഒന്നുമില്ല, ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. വണ്ടി എടുക്ക. ഇനി എവിടെ ചെന്ന് ദേഹാവസരം ഒന്ന് ഒഴിയാനുള്ളതാ. അടിയൊക്കെ കറക്റ്റായിട്ട് പർമ്മത്തിലാ കിട്ടിയത്. എടുക്ക്.